ഏതാണ് ആ ക്രീം? ഒന്ന് കേട്ടോ, മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഒരാൾ സുബഹി നമസ്കാരം കഴിഞ്ഞ്, ഈ നിസ്കാരത്തിന്റെ കാര്യമാണ് ഉസ്താദ് പറയുന്നത് കേട്ടോ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ വെള്ളം എടുക്കുക. എടുത്തിട്ട് സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം, സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം, അത് കഴിഞ്ഞ് സൂറത്ത് യൂസുഫ് സൂറത്ത് 1 പ്രാവശ്യം, 3 സ്വലാത്ത്. 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ, 1 പ്രാവശ്യം സൂറത്ത് യൂസുഫ്, അത് കഴിഞ്ഞ് 3 അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത്. ഇത്രയും നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക ആ കുപ്പി വെള്ളത്തിലേക്ക്. എന്നിട്ട് ആ ദിവസം മുഴുവനും നമ്മൾ കുറച്ച് കുടിക്കുക, പിന്നെ കുറച്ചെടുത്ത് മുഖത്തും ശരീരത്തൊക്കെ ഒന്ന് പുരട്ടുക. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. നമ്മൾ അറിയാതെ നമ്മുടെ മുഖം കാണുന്നവർക്ക്, നമുക്കല്ല കാണുന്നവർക്ക് നല്ല ഒരു വെളിച്ചമുണ്ട്. അവർക്ക് നിറം മങ്ങിയതാണെങ്കിലും അവനെ കാണാനൊരു ശേലുണ്ട്, ഒരു ചന്തമുണ്ട് എന്ന് മറ്റുള്ളവർ പറയും. ഇത് ആണിനും പെണ്ണിനും പറ്റും. പക്ഷെ എന്താണ്, ഇത് ചെയ്യാൻ മടിയാൻ. ചിലപ്പോൾ ചില ആൾക്ക് 1-2 ദിവസം ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് മാറ്റമില്ല എന്നൊക്കെ പറയും. അങ്ങനെയല്ല, തുടർച്ചയായിട്ട് ഇത് ചെയ്തു നോക്ക്, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഖവാസുൽ ഖുർആൻ എന്ന ഒരു കിതാബുണ്ട്. അതിൽ ഈ സൂറത്ത് യൂസുഫിന്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് കാണാം, ഇത് ഓതുന്നത് മുഖത്ത് പ്രകാശമുണ്ടാവാൻ, അതായത് ഒരു മുഖകാന്തി ഉണ്ടാവാൻ, മുഖ സൗന്ദര്യം ഉണ്ടാവാൻ കാരണമാണെന്നാണ്. അല്ലാഹു തആല സൗന്ദര്യത്തെ സൃഷ്ടിച്ചിട്ട് അതിനെ പകുതിയാക്കി പകുതി ഭാഗം കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ബാക്കിയുള്ള പകുതി ഭാഗം അതിനെ വീണ്ടും പകുതിച്ചു. എന്നിട്ട് ഒരു 1/4 ഭാഗം സൗന്ദര്യം കൊടുത്തത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ബാക്കി പകുതി ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുത്തതെന്ന് പണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ